ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മുടെ ഫേസ്ബുക്ക് ആഡ് സീരീസിൽ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ആഡ്സും അത് എങ്ങനെയാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യണത് എന്നുള്ളതാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ എന്താണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു 2 ആഴ്ചയെന്ന് തോന്നുന്നു ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് വളരെയധികം തിരക്കിലായിരുന്നു. എല്ലാ പ്രാവശ്യവും ഞാൻ പറയണ പോലെ ഇച്ചിരി തിരക്കിലായിരുന്നു, അതുകൊണ്ടാണ് വീഡിയോ പോസ്റ്റ് ചെയ്യാൻ പറ്റാഞ്ഞത്. എന്നുവെച്ചാൽ എൻ്റെ കുറച്ച് ഫ്രണ്ട്സും എല്ലാവരും ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് വീഡിയോ എടുക്കാനുള്ള ടൈം കിട്ടിയില്ല, അതാണ് പറ്റിയത്. എന്തായാലും ഇനി അങ്ങോട്ട് വീഡിയോസ് ഉണ്ടാവും, ഉറപ്പായിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മുടെ ആഡ്സ് മാനേജറിൻ്റെ ബാക്ക് എൻഡ്. ഇപ്പോൾ ഇതായിരിക്കും, ഈ ഒരു സ്ക്രീൻ ആയിരിക്കും നമ്മൾ ആഡ്സ് ഇടാൻ വേണ്ടി വരുമ്പോൾ കാണുന്ന നമ്മുടെ സ്ക്രീൻ ഇതായിരിക്കും. അപ്പോൾ ഓൾറെഡി നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ക്യാമ്പയിൻസും ആഡ് സെറ്റ്സും ചെയ്യുന്നത് എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കിയിരുന്നു. അപ്പോൾ ഈ പ്രാവശ്യം നമ്മൾ നോക്കാൻ പോകുന്നത് ആഡ്സ് എങ്ങനെയാണ്, ആഡ് സെക്ഷൻ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യമാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ആഡ്സ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതിൽ മെയിൻ ആയിട്ട് 3 ടൈപ്പ് ഓഫ് ആഡ്സ് ആണ് ഉള്ളത്. ഒരെണ്ണം ഇമേജ്, ഒരെണ്ണം വീഡിയോ ആൻഡ് കരോസൽ. അപ്പോൾ ഈ 3 കൈൻഡ്സ് ഓഫ് ആഡ്സ് ആയിരിക്കും നമ്മൾ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത്. ഈ ഒരു ഫുൾ നമ്മുടെ ഈ സെഷനിൽ ഫുൾ നമ്മൾ ഉപയോഗിക്കാൻ പോണ ഈ 3 ടൈപ്സ് ഓഫ് ആഡ്സ് ആയിരിക്കും. ബാക്കി കുറേ ടൈപ്സ് ഓഫ് ആഡ്സ് ഉണ്ട്, അത് നമ്മൾ അറിയേണ്ട ആവശ്യമില്ല, അതുകൊണ്ട് അതിനെപ്പറ്റി പറയണില്ല. ഈ 3 ആഡ്സ് എങ്ങനെയാണ് ചെയ്യുന്നത്, അത് എന്താണ് എന്നുള്ള കാര്യങ്ങളായിരിക്കും ഞാൻ ഇന്ന് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് നോക്കാൻ പോകുന്നത് ഇമേജ് ആഡ്സ് ആണ്. അപ്പോൾ ഈ ഇമേജ് ആഡ്സ് ഇങ്ങനെയായിരിക്കും ഇരിക്കുന്നത്. അപ്പോൾ ഇതിൽ കുറേ ഇൻഫോർമേഷൻസ് ഉള്ള പോലെ നിങ്ങൾക്ക് തോന്നും, പക്ഷേ നമ്മൾ ഇതിൽ ഓരോ സ്റ്റെപ്പും ഓരോന്നായിട്ട് നമ്മൾ നോക്കാൻ പോണേണ് എന്താണ് നമ്മൾ ചെയ്യാനുള്ളത്. അപ്പോൾ അതിൽ ആദ്യം തന്നെ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ആഡിന് നമ്മൾ നെയിം ഉണ്ടാക്കണം. അപ്പം നേരത്തെ വീഡിയോയിൽ നമ്മൾ നെയിമിംഗ് സ്ട്രക്ചർ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇവിടെ നെയിം ചെയ്ത് തരുന്നത് ഇമേജ് 1, കാരണം നമ്മൾ ഫസ്റ്റ് ആഡ് ഇടുന്നത് ഒരു ഇമേജ് ആഡാണ് ഇടുന്നത്. അപ്പോൾ ഇമേജ് 1 എന്ന് പറഞ്ഞ ഒരു നെയിമാണ് നമ്മളിവിടെ കൊടുത്തേക്കുന്നത്. അത് കഴിഞ്ഞ് അടുത്തത് വരുന്നത് ഐഡൻറ്റിറ്റി. അപ്പോൾ ഇവിടെ നമ്മൾ നമ്മുടെ ഫേസ്ബുക്ക് പേജ് ഏത് പേജിനോടാണ് ഏത് പേജിലാണ് നമ്മൾ ആഡ് റൺ ചെയ്യാൻ പോകുന്നത്, ആ ഒരു പേജിൻ്റെ ഇതായിരിക്കും നമ്മളിവിടെ കൊടുക്കേണ്ടത്. ആ പേജ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യണേന്നുള്ള വീഡിയോ എല്ലാം കഴിഞ്ഞ വീഡിയോസ് ഉണ്ട്, അതൊന്ന് ചെക്ക് ചെയ്താൽ മതി. പിന്നെ നമുക്ക് ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഉണ്ടെങ്കിൽ അത് ഇവിടെ കൊടുക്കുക. ഇല്ല, നമുക്ക് ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഇല്ലെങ്കിൽ യൂസ് ഫേസ്ബുക്ക് പേജ് എന്ന് തന്നെ കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ ഫേസ്ബുക്കിൽ എന്ത് പേരാണ് കൊടുത്തേക്കണേ അതേ പേര് തന്നെ ഇവിടെ കാണിക്കും. അത് ലിങ്ക് ക്ലിക്ക് ചെയ്താൽ നമ്മുടെ ഇൻസ്റ്റഗ്രാമിലോട്ട് പോകില്ല, കാരണം നമുക്ക് ഇൻസ്റ്റഗ്രാം ഇല്ലാത്തതുകൊണ്ട്. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് ഇൻസ്റ്റഗ്രാം ഇതിൽ ആഡ് ചെയ്യാവുന്നതാണ്. അതുപോലെ ഇവിടെ ത്രെഡ് പ്രൊഫൈൽ ഉണ്ടെങ്കിൽ നമുക്ക് അതും ആഡ് ചെയ്യാം. അതും നമുക്കില്ല, അതുകൊണ്ട് യൂസ് ഫേസ്ബുക്ക് പേജിൽ തന്നെ കൊടുക്കാം. ഓക്കെ, പിന്നെ അടുത്തത് നമുക്ക് വരുന്നത് ആഡ് സെറ്റപ്പാണ്. ആഡ് സെറ്റപ്പിൽ നമുക്ക് ക്രിയേറ്റ് ആഡ് തന്നെ കൊടുത്താൽ മതി, അതിന് മാറ്റമൊന്നുമില്ല. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ മാനുവൽ അപ്ലോഡ്. ഇതിൽ നമ്മൾ മാനുവൽ അപ്ലോഡ്, നമ്മൾ ഇമേജസ് എല്ലാം നമ്മൾ സ്വന്തമായിട്ടാണ് ഇതിൽ അപ്ലോഡ് ചെയ്യുന്നത്, അതുകൊണ്ടാണ് മാനുവൽ അപ്ലോഡ്. ഇത് കൊടുക്കേണ്ട ആവശ്യമില്ല, രണ്ടാമത്തെ ഓപ്ഷൻ കൊടുക്കേണ്ട ആവശ്യമില്ല. ഇവിടെ ആണ് ഈ ഡോട്ട് ഇരിക്കുന്നെങ്കിൽ അത് മാറ്റി ഇത് സെലക്ട് ചെയ്ത് വെക്കണം. ഓക്കെ, പിന്നെ അടുത്ത ഫോമാറ്റാണ് വന്നത്. ഇതിൽ ഫ്ലെക്സിബിൾ ഉണ്ട്, സിംഗിൾ ഇമേജ് ഓർ വീഡിയോ ഉണ്ട്, കരോസൽ ഉണ്ട്, കളക്ഷൻ ഉണ്ട്. അപ്പോൾ അതിൽ നമ്മൾ ഇടേണ്ടത് ഇതൊരു ഇമേജ് അല്ലെങ്കിൽ ഒരു വീഡിയോ എന്നുള്ള ഈ ഒരു ഓപ്ഷനാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. കാരണം ഫസ്റ്റ് ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് ഇമേജ് ആയതുകൊണ്ട് നമ്മൾ ഇമേജ് ഓർ വീഡിയോ എന്നുള്ള ഫോമാറ്റാണ് ഇടേണ്ടത്. ഇത് മൾട്ടി അഡ്വർടൈസർ ആഡ്സ് നമുക്ക് ഓൺ ആക്കിയിടാം, ഓഫ് ആക്കിയിടാം, അതിന് കുഴപ്പമൊന്നുമില്ല, എന്താണെങ്കിലും കുഴപ്പമില്ല. പിന്നെ ഈ ഷെഡ്യൂള് ഓപ്ഷനിലാണ്, ഇതൊന്നും നമ്മൾ എഡിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി നമ്മളോട് പറഞ്ഞേക്കുന്നത് നമ്മുടെ വെബ്സൈറ്റിൻ്റെ URL കൊടുക്കാനാണ്. നമുക്ക് ജസ്റ്റ് നമ്മുടെ വെബ്സൈറ്റ് URL ഇവിടെ കൊടുക്കാം. ഓക്കെ, നമ്മുടെ വെബ്സൈറ്റ് URL ഇപ്പം ഞാൻ ഇതിൽ ആഡ് ചെയ്തേക്കുന്നത് മാഗ്നറ്റിക് ഐലാഷസ് ആണ്. അപ്പം അതിൻ്റെ URL, ആ ഒരു പ്രൊഡക്റ്റ് പേജിൻ്റെ URL ആണ് ഞാൻ കൊടുത്തേക്കുന്നത്. നിങ്ങളുടെ ഏതാണ് പ്രൊഡക്റ്റ് പേജ് അത് കൊടുക്കാൻ പറ്റും. അപ്പോൾ അത് കണ്ട അതിൻ്റെ ഒരു പ്രിവ്യൂ ഇവിടെ ഓൾറെഡി കാണിച്ചു. ഇനി നമുക്ക് എന്താ ചെയ്യാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ക്രിയേറ്റീവ്സ് സെറ്റ് ചെയ്യണം. അതായത് നമ്മൾ ഇതിൽ ഇമേജസ് ആഡ് ചെയ്യണം. അപ്പോൾ നമ്മളിവിടെ സെറ്റപ്പ് ക്രിയേറ്റീവ്സ് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ഇത് ഇമേജ് ആഡ്സ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഇമേജ് ആഡ് ക്ലിക്ക് ചെയ്യുക. വൺസ് ഇമേജ് ആഡ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ URL
ഇവിടെ വരും. ഓൾറെഡി നമ്മൾ അവിടെ URL നമ്മുടെ മെയിൻ പേജിൽ കൊടുത്തുകൊണ്ട് ഇവിടെ ആ URL വരും. വേറെ ഒന്നും ഇവിടെ ചെയ്യാനില്ല. എന്നിട്ട് നമുക്ക് മീഡിയാസിലോട്ട് പോവാം. മീഡിയാസിലോട്ട് പോകുമ്പോൾ നമ്മളോട് ഇവിടെ എന്താണ് നമ്മുടെ ഇമേജസ് അപ്ലോഡ് ചെയ്യാൻ പറഞ്ഞു വരും. അപ്പം ഞാനിവിടെ ഒരു ഇമേജ് അപ്ലോഡ് ചെയ്യാൻ ഇവിടെ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് വേണമെങ്കിൽ വേറെ ഇമേജസും കൂടി ഇവിടെ അപ്ലൈ ചെയ്യാം. ഓക്കെ, ഓക്കെ. അപ്പം നമ്മൾ ഈ 2 ഇമേജസ് ആണ് കൊടുത്തേക്കുന്നത്. അത് നമുക്ക് അപ്ലോഡ് ചെയ്യാം. നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ നമുക്ക് ഇത് ക്രോപ്പ് ചെയ്യണ ഓപ്ഷൻ വരും. എല്ലാം ഒറിജിനൽ കൊടുത്താൽ മതി. ഒറിജിനൽ സൈസ് തന്നെ എല്ലാം കൊടുത്താൽ മതി. ഇഷ്ടമുള്ള പോലെ കൊടുക്കാം കേട്ടോ. ഓക്കെ, ഒറിജിനൽ സൈസ് കൊടുക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത് എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഒറിജിനൽ സൈസ് തന്നെ കൊടുക്കാം. അല്ലെങ്കിൽ നമുക്കിവിടെ ക്രോപ്പ് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്. ക്രോപ്പ് ചെയ്യണമെങ്കിൽ ക്രോപ്പ് ചെയ്യാം. ഓക്കെ, എന്നിട്ട് നമ്മൾ നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഞാൻ ഇവിടെ എന്ത് തരത്തിലുള്ള ഒരു ആഡ് സ്ട്രക്ചറാണ് നിങ്ങൾ ഫോളോ ചെയ്യേണ്ടത് എന്നുള്ള കാര്യം ഞാൻ ഒരു ഡോക്യുമെൻ്റ് ആയിട്ട് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അത് നോക്കാം. അപ്പോൾ ഇങ്ങനെ അയക്കണം നമ്മുടെ എന്താണ് സ്ട്രക്ചർ. നമ്മുടെ ആഡ്സിൻ്റെ താഴത്ത് ടെക്സ്റ്റ് എഴുതുന്ന സ്ട്രക്ചർ ഇങ്ങനെ അയക്കണം. അതായത് ഫസ്റ്റ് തന്നെ നമുക്ക് പ്രൈമറി ടെക്സ്റ്റ് എങ്ങനെയാണ് വരേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം തന്നെ അതിൻ്റെ ഒരു മെയിൻ ആയിട്ടുള്ള ഒരു ബെനിഫിറ്റ് നിങ്ങൾ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കണം. അത് കഴിഞ്ഞ് അതിൻ്റെ 3 പോയിന്റ്സ്, അതായത് 3 ബെനിഫിറ്റ്സ്, പെട്ടെന്ന് വായിക്കാൻ പറ്റിയ 3 ബെനിഫിറ്റ്സ് കൊടുക്കണം. അതിൻ്റെ താഴെ കോൾ ടു ആക്ഷൻ കൊടുക്കുക. അതായത് ഷോപ്പ് നൗ എന്ന് പറഞ്ഞൊരു കോൾ ടു ആക്ഷൻ ആണ് കൊടുക്കേണ്ടത്. അപ്പോൾ അതിൻ്റെ ഒരു എക്സാമ്പിൾ ഞാനിവിടെ ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇത് കോപ്പി പേസ്റ്റ് ചെയ്യാം ഇവിടെ നിന്ന്. ഓക്കെ, അപ്പോൾ ഇവിടെ ഗെറ്റ് 50% ഓഫ് ടുഡേ എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ സ്റ്റോർ ഏതാണെന്ന് വെച്ചാൽ ആ സ്റ്റോർ നെയിമാണ് കൊടുക്കേണ്ടത്. എന്നിട്ട് ഷോപ്പ് നൗ എന്നാണ് കൊടുക്കേണ്ടത്. ഓക്കെ, അത് കഴിഞ്ഞ് ഇനി അടുത്തത് വരേണ്ടത് നമ്മൾ ഹെഡ്ലൈനാണ് നമ്മൾ അടുത്ത കൊടുക്കാനുള്ളത്. ഇവിടെ ഹെഡ്ലൈൻ നമ്മൾ 3 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിൽ നിന്ന് ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യാം. അപ്പോൾ ഇന്ത്യയിലാണ് നമ്മളിത് ചെയ്യണ കൊണ്ട് നമ്മളിപ്പോൾ ഇന്ത്യയിലാണല്ലോ ഈ ഡ്രോപ്പ് ഷിപ്പിങ്ങിൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ആൾക്കാർക്ക് കൂടുതൽ വേണ്ടത് ക്യാഷ് ഓൺ ഡെലിവറി ആണ്. അപ്പോൾ നമ്മൾ ആ ഒരു സംഭവമാണ് നമ്മൾ ഹെഡ്ലൈൻ ആയിട്ട് കൊടുക്കേണ്ടത്. അതാണ് നമ്മൾ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കേണ്ടത്. നമുക്ക് വേറെ ഓപ്ഷൻസ് ഉണ്ട്, വേണമെങ്കിൽ വേറെ ഇടാം. ഇല്ലെങ്കിൽ കൂടുതലും ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ എന്ന് പറയുന്നതായിരിക്കും കൂടുതൽ നല്ലത്. ഓക്കെ, അത് കഴിഞ്ഞ് ഇനി നമുക്ക് വന്നത് ഡിസ്ക്രിപ്ഷനാണ്. ഡിസ്ക്രിപ്ഷനിൽ ഞാൻ പിന്നെ 3 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് വേണമെങ്കിൽ നമ്മുടെ റേറ്റിങ്സ് കാണിക്കാം, അല്ലെങ്കിൽ പിന്നെ വേറെ സോഷ്യൽ പ്രൂഫ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കാണിക്കാം. കൂടുതലും ഇങ്ങനത്തെ എന്താ പറയുക സോഷ്യൽ പ്രൂഫ് പോലത്തെ കാര്യങ്ങൾ കൊടുക്കുന്നതായിരിക്കും നല്ലത്. ഈ റേറ്റിംഗ് കൊടുത്താൽ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ കസ്റ്റമേഴ്സ് നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം നമ്മുടെ വെബ്സൈറ്റിൽ കയറുമ്പോൾ ഇത്രയും റേറ്റിംഗ് ഇല്ലെങ്കിൽ അവർ ചോദിക്കും എന്തുകൊണ്ടാണ് നിങ്ങളുടെ ഇതിൽ ഇത്രയും റേറ്റിംഗ് ഇല്ല, ബട്ട് നിങ്ങളിങ്ങനെ ആഡിൽ പറയുന്നത് എന്തുകൊണ്ടാണ് എന്ന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കാതെ ഇരിക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇങ്ങനത്തെ എന്തെങ്കിലും ഒരു സോഷ്യൽ പ്രൂഫ് പോലത്തെ എന്തെങ്കിലും സാധനങ്ങൾ ഇടുന്നതായിരിക്കും ഡിസ്ക്രിപ്ഷനിൽ എപ്പോഴും നല്ലത്. നമുക്ക് ഇത് കോപ്പി ചെയ്ത് ഇവിടെ കൊടുക്കാം. ഓക്കെ, ലാസ്റ്റ് നമുക്ക് ചെയ്യാനുള്ളത് കോൾ ടു ആക്ഷൻ. നമുക്ക് കുറേ ഓപ്ഷൻസ് ഉണ്ട്. അതിൽ ബാക്കിയുള്ള ഓപ്ഷൻസ് ഒന്നും നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. ഒന്നില്ലെങ്കിൽ ഓർഡർ നൗ കൊടുക്കുക, അല്ലെങ്കിൽ ഷോപ്പ് നൗ കൊടുക്കുക. നമ്മൾ എപ്പോഴും ഷോപ്പ് നൗ ആണ് കൊടുക്കാറ്. അപ്പോൾ ഷോപ്പ് നൗ തന്നെ കൊടുക്കാൻ ശ്രമിക്കുക. എന്നിട്ട് നമ്മൾ നെക്സ്റ്റ് വെക്കാം. നെക്സ്റ്റ് നിൽക്കുന്ന സമയത്ത് നമുക്ക് കുറേ എൻഹാൻസ്മെൻറ്റ് കാണിക്കും. ഇതിൽ തന്നെ ഫേസ്ബുക്കിൻ്റെ തന്നെ കുറേ എൻഹാൻസ്മെൻറ്റ് കാണിക്കും. നമുക്ക് അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഇതൊക്കെല്ലാം ഓഫ് ചെയ്തിടാം, ഒരു പ്രശ്നവുമില്ല. ഇവിടെ അതർ ആക്റ്റീവ് എൻഹാൻസ്മെൻറ്റ്സ് എന്നൊക്കെ ഉണ്ട്. മ്യൂസിക് ആഡ് ചെയ്യണമെങ്കിൽ മ്യൂസിക് ആഡ് ചെയ്യാം. അങ്ങനെ നമുക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ആഡ് ചെയ്യാം, ഇല്ലെങ്കിൽ ഇത് ഓഫ് ചെയ്തിടാം. ഇതും നമുക്ക് ഓഫ് ചെയ്തിടാം. ഓക്കെ,
ഇനി നമുക്ക് ഇവിടെ ഡൺ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ വൺസ് നമ്മൾ ഇവിടെ ഡൺ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഇമേജ് ആഡ്സ് എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ടാവും. ഇവിടെ പ്രിവ്യൂ കാണിക്കും എങ്ങനെയായിരിക്കും നമ്മുടെ ആഡ് നമ്മുടെ ഫേസ്ബുക്കിൽ അല്ലെങ്കിൽ നമ്മുടെ ഇൻസ്റ്റഗ്രാമിൽ എങ്ങനെ കാണിക്കാൻ പോണത് എന്നുള്ളത് ഇവിടെ പ്രിവ്യൂ കാണിക്കണുണ്ടാവും. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് വെച്ചാൽ ഇവിടെ കോൾ ടു ആക്ഷൻ ഉണ്ട്. അവിടെ നമ്മൾ ഷോപ്പ് നൗ ഒന്ന് തന്നെ കൊടുക്കുക. നമ്മൾ നേരത്തെ കണ്ടതാണ്. ഇനി അതിൻ്റെ താഴേക്ക് നമ്മൾ പോകുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഈ ക്രിയേറ്റീവ്സ് ടെസ്റ്റ് ചെയ്ത് നോക്കാവുന്നതാണ്, ആവശ്യമുണ്ടെങ്കിൽ ചെയ്യാം. പിന്നെ നമുക്ക് ഏറ്റവും ലാസ്റ്റ് വരുന്നത് ട്രാക്കിംഗ് ആണ്. അപ്പോൾ ട്രാക്കിങ്ങിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് URL പാരാമീറ്റർ സെറ്റ് ചെയ്യുക എന്നുള്ളത്. കാരണം URL പാരാമീറ്റർ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സെയിൽസ് എവിടെ നിന്നാണ് വന്നത് എന്ന് ട്രാക്ക് ചെയ്യാൻ വേണ്ടിയാണ്. അതായത് ഏത് ആഡിൽ നിന്നാണ്, ഏത് ആഡ് സെറ്റിൽ നിന്നാണ് ആ സെയിൽസ് വന്നേക്കണത് എന്ന് നോക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഈ പാരാമീറ്റർ നമ്മൾ എങ്ങനെ സെറ്റ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇതുമ്മ ക്ലിക്ക് ചെയ്യുക. വൺസ് അത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ കുറച്ച് എംപ്റ്റി ആയിട്ടുള്ള കുറച്ച് ബോക്സസ് കാണും, അത് നിങ്ങൾ ഫില്ല് ചെയ്യണം. ആദ്യം തന്നെ ഈ ക്യാമ്പയിൻ സോഴ്സിൽ നിങ്ങൾ പോയിട്ട് പ്ലേസ്മെൻറ്റ് സെലക്ട് ചെയ്യുക. പിന്നെ ക്യാമ്പയിൻ മീഡിയം എന്നുള്ളതിൽ നിങ്ങൾ ക്യാമ്പയിൻ നെയിം സെലക്ട് ചെയ്യുക. പിന്നെ ക്യാമ്പയിൻ നെയിം എന്നുള്ളതിൽ നിങ്ങൾ ആഡ് സെറ്റ് നെയിം സെലക്ട് ചെയ്യുക. ക്യാമ്പയിൻ കോണ്ടന്റിൽ നിങ്ങൾ ആഡ് നെയിം സെലക്ട് ചെയ്യുക. ഓക്കെ, വൺസ് ഇത്ര സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഇവിടെ അപ്ലൈ കൊടുക്കുക. അപ്ലൈ കൊടുക്കുമ്പോൾ ഇവിടെ ഈ ഒരു പാരാമീറ്റർ ഇവിടെ ബിൽഡായി കിട്ടും. ഓക്കെ, അപ്പോൾ ഇത് എന്തിനാണ് ഉപയോഗിക്കുന്നത്? നമ്മുടെ സെയിൽസ് ട്രാക്ക് ചെയ്യാനായിട്ടാണ്. ചില സമയത്ത് ഫേസ്ബുക്ക് ട്രാക്ക് ചെയ്യുന്ന സമയത്ത് തെറ്റിപ്പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമുക്ക് ഈ ഒരു പാരാമീറ്റർ ഈ ഒരു URL വെച്ച് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള ട്രാക്കിങ് കിട്ടും. ഓക്കെ, അപ്പോൾ ഇതെന്തായാലും എല്ലാവരും ചെയ്യാൻ നോക്കാം. അപ്പോൾ ഇനി അടുത്തത് നമ്മൾ എന്താ പറയുക, വീഡിയോ ആഡാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ഇമേജ് ആഡ് എങ്ങനെ സെറ്റ് ചെയ്യണമെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ വീഡിയോ ആഡ് ചെയ്യുന്ന സമയത്ത് എല്ലാം സെയിം ആണ്, ആകെ നമുക്ക് അതിലൊരു വീഡിയോ മാത്രമാണ് നമുക്ക് ഡിഫറെൻ്റ് ആയിട്ട് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഈ ഒരു 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ഡ്യൂപ്ലിക്കേറ്റ് എന്ന ഒരു ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ വന്ന് ഡ്യൂപ്ലിക്കേറ്റ് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഈ ഒരു ഇമേജ് ആഡിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് സംഭവം ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഇതിനെ നമുക്ക് വീഡിയോ ആഡ് 1 എന്ന് പറഞ്ഞ് നെയിം ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതിൽ ബാക്കിയുള്ള എല്ലാം അങ്ങനെ തന്നെ കിടന്നോട്ടെ. ആകെ ഇതിൽ നമുക്ക് മാറ്റാനുള്ളത് നമ്മൾ ഈ ഇമേജ് മാറ്റിയിട്ട് എന്ത് ചെയ്യും, വീഡിയോ ആഡ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇവിടെ വന്നിട്ട് ഇതങ്ങനെ ഡിലീറ്റ് ചെയ്ത് കളയാം. ഓക്കെ, എന്നിട്ട് ഇവിടെ ആഡ് മീഡിയ കൊടുത്തിട്ട് ആഡ് വീഡിയോ കൊടുക്കും. നേരത്തെ നമ്മൾ ഇമേജാണ് ആഡ് ചെയ്തത്, ഇപ്പോൾ നമ്മൾ വീഡിയോ ആണ് ആഡ് ചെയ്യാൻ പോകുന്നത്. ഇനി ഇവിടെ മീഡിയാസിലോട്ട് വരാം. മീഡിയാസിലോട്ട് വന്നിട്ട് അപ്ലോഡ് ഓപ്ഷൻ കൊടുക്കുക. ഇവിടെ നമ്മൾ വീഡിയോ ഓൾറെഡി സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, ആ വീഡിയോ ഇവിടെ ഓപ്പൺ ചെയ്യാം. കുറച്ച് ടൈം എടുക്കും. ഓക്കെ, എന്നിട്ട് നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം അതുപോലെ തന്നെയാണ്. നമ്മൾ ഈ പ്രൈമറി ടെക്സ്റ്റും കാര്യങ്ങളെല്ലാം അതുപോലെ തന്നെ വെക്കുന്നത്, ഒരു വ്യത്യാസവും ഇല്ല. നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ വൺസ് അത് ലോഡായി കഴിയുമ്പോൾ അത് തന്നെ അപ്ലോഡ് ആയിക്കോളും. ഇവിടെ വരുന്നുണ്ട്, പതുക്കെ പതുക്കെ അത് വന്നോളും. അപ്പോൾ അത് കഴിഞ്ഞു. ബാക്കിയെല്ലാം അതുപോലെ തന്നെ, ഒരു ഡിഫറൻസും ഇല്ല, എല്ലാം അതുപോലെ തന്നെ വെക്കാനുള്ളൂ. അപ്പോൾ നമ്മുടെ 2 കൈൻഡ്സ് ഓഫ് ആഡ്സ് ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട്. ഇമേജ് ആഡ് എങ്ങനെയാണ് ചെയ്യുന്നതെന്നും വീഡിയോ ആഡ് എങ്ങനെയാണ് ചെയ്യുന്നതെന്നും നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞാൽ ഇനി നമുക്ക് കെറോസലിലോട്ട് കടക്കാം.
അപ്പോൾ അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ് കെരോസൽ ആഡ് എന്നുള്ളതാണ്. അപ്പോൾ കെരോസൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഇൻസ്റ്റഗ്രാമിലൊക്കെ നമ്മൾ എന്താണ് 3-4 ഫോട്ടോസും വീഡിയോസും ഒന്നിച്ചിടൂല. അപ്പം നീക്കി നീക്കി നോക്കാമല്ലോ, അതിനെയാണ് നമ്മൾ കെരോസൽ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾക്ക് എന്താണ് ക്രിയേറ്റീവ്സ് ഇടുന്ന സമയത്ത് വീഡിയോസും ഫോട്ടോസും ഒരുമിച്ച് ഇടാൻ പറ്റും, നീക്കി നീക്കി നോക്കാൻ പറ്റും, പല ആംഗിളിൽ നിന്ന് നമുക്ക് ഇടാൻ പറ്റും. ഓക്കെ, അതിനാണ് കെരോസൽ ആഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ നെയിം ചെയ്യുക, കെരോസൽ 1 നമ്മൾ നെയിം ചെയ്തു. അത് കഴിഞ്ഞ് നേരത്തെ ചെയ്ത പോലെ തന്നെ നമ്മൾ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഉണ്ടെങ്കിൽ അത് ഇതിൽ ആഡ് ചെയ്യുക, അതുപോലെ തന്നെ ഫേസ്ബുക്ക് അക്കൗണ്ട് ആഡ് ചെയ്യുക. അത് കഴിഞ്ഞ് നമ്മൾ ആഡ് സെറ്റപ്പ് ഇതെല്ലാം നേരത്തെ ചെയ്ത പോലെ തന്നെയാണ്. ഇതിൽ നമ്മൾ ഇവിടെ ഡിഫറൻസ് വന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഫോർമാറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ നേരത്തെ നമ്മൾ സിംഗിൾ ഇമേജ് ഓർ വീഡിയോ ആയിരുന്നു, ഇവിടെ നമ്മൾ കെരോസലാണ് സെലക്ട് ചെയ്യേണ്ടത്. ഓക്കെ, വൺസ് നമ്മൾ കെരോസൽ സെലക്ട് ചെയ്തിട്ട് അടുത്തത് നമ്മൾ നോക്കേണ്ടത് ഡെസ്റ്റിനേഷൻ. നേരത്തെ നമ്മൾ ഇവിടെ URL നമ്മുടെ പ്രൊഡക്റ്റ് URL കൊടുത്തിട്ടുണ്ടായി, നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഡക്റ്റിൻ്റെ URL അവിടെ കൊടുക്കാവുന്നതാണ്. അത് കഴിഞ്ഞ് നമുക്ക് അടുത്തത് വന്നത് ഇവിടെ ആഡ് ക്രിയേറ്റീവ്സ്. ഇവിടെയാണ് നമ്മൾ നമ്മുടെ കെരോസൽസ് ആഡ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് ഏകദേശം ഒരു 10 വീഡിയോസും ഇമേജസും കൂട്ടി 10 കാർഡ്സ് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ 3 ആഡ് ചെയ്യാം എന്നാണ് വിചാരിച്ചേക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ആഡ് കാർഡ് കൊടുക്കുക, എന്നിട്ട് ആഡ് ഇമേജ് കാർഡ് കൊടുക്കുക. ആഡ് ഇമേജ് കാർഡിൽ നമുക്ക് ആദ്യം തന്നെ ഒരു ഇമേജ് കൊടുക്കുക. വൺസ് അത് കൊടുത്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് അതിനൊരു ഹെഡ്ലൈൻ കൊടുക്കാം, സലൂൺ പെർഫെക്റ്റ് ലാഷസ് അറ്റ് ഹോം. നമ്മൾ അങ്ങനെ കൊടുത്തു. അത് കഴിഞ്ഞ് നമുക്ക് എന്തെങ്കിലും ഡിസ്ക്രിപ്ഷൻ കൊടുക്കണമെങ്കിൽ കൊടുക്കാം. ഓക്കെ, അത് കഴിഞ്ഞ് നമുക്ക് ഒരു കാർഡും കൂടി ആഡ് ചെയ്യാം. ഓക്കെ, ഇതിലും നമുക്ക് ഒരു ഷോർട്ട് ഹെഡ്ലൈൻ വെക്കാവുന്നതാണ്. അപ്പം ഞാൻ ഓൾറെഡി കുറച്ച് ഹെഡ്ലൈൻസ് എഴുതി വെച്ചിട്ടുണ്ട്, അപ്പോൾ അത് തന്നെ ആയിരിക്കും നമ്മൾ ഇവിടെ കൊടുക്കുന്നത്. നിങ്ങളുടെ എന്താണ് പ്രൊഡക്റ്റ് എന്താണെന്ന് വെച്ചാൽ ആ ഒരു പ്രൊഡക്റ്റിന് പറ്റാവുന്ന ഹെഡ്ലൈൻസ് നിങ്ങൾക്ക് ChatGPT ചോദിച്ചാലും മതി കേട്ടോ കിട്ടാനായിട്ട്. ഓക്കെ, ഇനി നമുക്ക് വേണമെങ്കിൽ ഒരു കാർഡും കൂടി ആഡ് ചെയ്യാം. ഓക്കെ, അപ്പം നമ്മൾ ഒരു കാർഡും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. ഇതിനും നമുക്കൊരു ഡിസ്ക്രിപ്ഷൻ കൊടുക്കാം. ഓക്കെ, അപ്പം നമ്മൾ 3 കാർഡ്സ് ഇപ്പോൾ ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇനിയും കാർഡ്സ് ആഡ് ചെയ്യാം. ഇനി നമുക്ക് ഇതിൻ്റെ പ്ലേസ്മെൻറ്റ്സിൽ എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ അത് നോക്കി നമുക്കത് ചെയ്യാം. അത് കഴിഞ്ഞ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിലും നമുക്കൊരു പ്രൈമറി ടെക്സ്റ്റ് ആഡ് ചെയ്യണം. അപ്പോൾ ഓൾറെഡി നമ്മൾ പ്രൈമറി ടെക്സ്റ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, അത് തന്നെ ഇവിടെ എടുത്ത് കോപ്പി പേസ്റ്റ് ചെയ്താൽ മതി, വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അത് തന്നെ നമുക്കിവിടെ കോപ്പി പേസ്റ്റ് ചെയ്യാം. ഓക്കെ, വൺസ് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ താഴത്ത് നമുക്ക് ഇവിടെ കോൾ ടു ആക്ഷൻ ഉണ്ട്, അത് നമുക്ക് മാറ്റിയിട്ട് ലേൺ മോർ എന്നുള്ളത് മാറ്റിയിട്ട് ഷോപ്പ് നൗ എന്നുള്ളതാക്കാം. ഓക്കെ, ഷോപ്പ് നൗ എന്നാക്കിയിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ക്രിയേറ്റീവ് ടെസ്റ്റ് ചെയ്യണമെങ്കിൽ അത് നമുക്ക് ചെയ്യാവുന്നതാണ്. പിന്നെ പാരാമീറ്റേഴ്സൊക്കെ നമ്മൾ ഓൾറെഡി ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്രേ ഉള്ളൂ. നമ്മുടെ കെരോസൽ ആഡ് ചെയ്യേണ്ടത് എങ്ങനെയാണ് എന്ന് മനസ്സിലായി ഞാൻ വിചാരിക്കുന്നു. ഇവിടെ നമുക്കിതിൻ്റെ പ്രിവ്യൂ കാണാൻ പറ്റും, എങ്ങനെയാണ് ഇത് വന്നേക്കുന്നതെന്നുള്ള പ്രിവ്യൂവും കാര്യങ്ങളെല്ലാം ഇവിടെ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പോൾ ഇന്ന് നമ്മൾ എങ്ങനെയാണ് ഇമേജ് ആഡ് ക്രിയേറ്റ് ചെയ്യുന്നത്, വീഡിയോ ആഡ് ക്രിയേറ്റ് ചെയ്യുന്നത്, അതുപോലെ തന്നെ കെരോസൽ ആഡും എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത് എന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തന്നു. അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ്.
അപ്പോൾ ഗൈസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ അത്ര ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ആഡ്സ് എന്തൊക്കെയാണെന്ന് നമ്മളിന്ന് കണ്ടു. എന്താണ് എങ്ങനെയാണ് അത് ക്രിയേറ്റ് ചെയ്യുന്നത് എന്നും നമ്മളിന്ന് നോക്കി. അപ്പോൾ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ആഡ്സ് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ഇമേജ് ആഡ്സ്, വീഡിയോ ആഡ്സ്, പിന്നെ കെറോസൽസ് ആണ്. അപ്പോൾ അതിൻ്റെ ഓരോ സ്റ്റെപ്പിലൂടെ നമ്മൾ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. മനസ്സിലാവാതൊരു ഒന്നും കൂടി റിപ്പീറ്റ് കണ്ടു നോക്കാം. ഈസി ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ എൻ്റെ അടുത്ത വീഡിയോ പെട്ടെന്ന് തന്നെ ഉണ്ടാവും. ഞാൻ ഇനി ഒരു ലാഗ് വരുത്തില്ല. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ പെട്ടെന്ന് തന്നെ ഉണ്ടാവും. അപ്പോൾ അതുവരെ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ ഗൈസ് ആൻഡ് ഡു സബ്സ്ക്രൈബ് മൈ ചാനൽ.